ഹലോ ആൻഡ് നെക്സ്റ്റ് വൺ ഞാൻ ഒരു പെയിൻറ്റിങ് കൂടെ വരയ്ക്കാൻ പോവാണ് വിച്ച് ഇസ് അഗൈൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള പോലത്തെ ഒരു ആർട്ടിൻ്റെയാണ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടുള്ളതാണ്. സോ ഫോർ ദാറ്റ് വെരി ഫസ്റ്റായിട്ട് ഐ എം ഗോണ ഡ്രോ സർക്കിൾ, ഒരു ചെറിയ സർക്കിൾ വരയ്ക്കാനാണ് പോകുന്നത്. ഓക്കെ, സോ ഫോർ ദാറ്റ് നിങ്ങൾ കോമ്പസ് ഉള്ളവർക്ക് കോമ്പസ് എടുക്കാം. അതർവൈസ് യു ക്യാൻ ജസ്റ്റ് യൂസ് എഗ്ദർ നിങ്ങളുടെ കയ്യിലുള്ള എനിത്തിങ് സർക്കിൾ. നിങ്ങൾക്ക് സർക്കുലറിലുള്ള ഇറേസേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോയിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സർക്കിൾ വരയ്ക്കാം. സോ ജസ്റ്റ് ഡ്രോയിങ് ബിഗർ സർക്കിൾ. ഇനി അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ബോർഡർ ലൈൻ പോലെ ഞാൻ ഒരു ലൈനും കൂടെ വരയ്ക്കുന്നുണ്ട്. ആൻഡ് അത് രണ്ടും മതിയാവും. ഞാൻ ചുമ്മാ അതിൻ്റെ സെൻറ്ററിലൊരു വർക്ക് എനിക്ക് കൊടുക്കണമെന്നുണ്ട്, അതുകൊണ്ട് ഞാനൊരു കുട്ടി സർക്കിളും കൂടെ വരയ്ക്കുന്നത്. ഇനി ലെറ്റ്സ് ഫിൽ ദിസ്. എപ്പോഴും ബ്ലാക്ക് ആവണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാനൊരു ബ്ലൂ കളർ ഇത്തവണ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി വരയ്ക്കുന്നതൊക്കെ കളർഫുൾ ആയിക്കോട്ടെ, സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചൊരു നമ്മൾ എപ്പോഴും കളർഫുൾ പിക്ചേഴ്സ് കാണുമ്പോൾ മൈൻഡ് ഇസ് ഫിൽഡ്, ഇറ്റ് ബിക്കംസ് ബ്രൈറ്റ്. അപ്പം നമുക്ക് ലെറ്റ്സ് ഞാനിത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനൊരു ഡ്രമ്മ് പോലത്തെ വരച്ചിട്ടുണ്ട്. ഇനി ഐ എം ഗോണ ഡ്രോ 2 people. അവരുടെ ലെഗ് ഞാനിങ്ങനൊരു മോഷനിലാണ് വരയ്ക്കുന്നത്. ദിസ് വുഡ് ബി എ മാൻ. അതർ ഹാൻഡ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. അതേപോലെ ദർ ഇസ് വൺ മോർ ഗായ്. ഇങ്ങനെ വെച്ച് ബോഡി ശരി. ഐ നോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് വരയ്ക്കുന്നത്, ബട്ട് സ്റ്റിൽ let's fill this part. നമുക്ക് വരലി എപ്പോഴും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഫുള്ളി ഒരു പെർട്ടിക്കുലർ കളറായിട്ട് കൊടുക്കാം. അതല്ല, ഇപ്പം നമ്മൾ ഇനീഷ്യലി ചെയ്തില്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ബ്ലാക്ക് കൊണ്ട് വരച്ചിട്ട് അഗൈൻ അതിൻ്റെ ഉള്ളിലൊരു കളർ കൊടുക്കാം. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കാമെന്നാണ് ഇൻട്രസ്റ്റ് എങ്കിൽ പ്ലീസ് ഡു ദാറ്റ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ കുട്ടി കുട്ടി കാർഡ്സിൽ വരയ്ക്കുന്നുണ്ട്. ഐ വിൽ മേക്ക് ഇറ്റ് ആസ് ആൻ ആൽബം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരോ ഈച്ച് പെയിൻറ്റിങ് ക്യാൻ ബി ഡൺ ഇൻ ഈച്ച് കളർ എന്നുള്ളൊരു തീമിൽ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മളതിനെ സ്ട്രെയിറ്റ് ആക്കി ഇനി നമ്മൾ ഇതിൻ്റെ ലെഗ്സ് എല്ലാം കൊടുത്തു. റിമെമ്പർ ഞാനിപ്പോഴും ബോർഡർ കൊടുത്തിട്ടില്ല. ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ദ പെയിൻറ്റിങ് ഫസ്റ്റ്. ഇനി ചെയ്യാൻ പോകുന്നതാണ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അപ്പോൾ ഈ ഒരു ഇത്രയും പാർട്ട് കൊടുത്തിട്ടില്ലേ, അവിടെ ഞാൻ കുറച്ച് കുട്ടി കുട്ടി ആർട്ട് ഫോംസ് കൊടുക്കാൻ പോവാണ്. ദർ ആർ ടൈനി പീപ്പിൾ എന്നുള്ള രീതിയിൽ ഞാനിവിടെ ഒരു കുഞ്ഞു മനുഷ്യനെ വരയ്ക്കുകയാണ്.
ബേസിക്കലി ഒന്നല്ല, ഈ കൊട്ട് കേട്ട് കുറച്ച് പേര് അത് എൻജോയ് ചെയ്ത് കളിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റാണ് ഞാനിവിടെ കൊണ്ടുവരാൻ നോക്കിയത്. ലെറ്റ്സ് സീ വെദർ ഇറ്റ് വർക്ക്ഡ്. നമ്മൾ പെണ്ണുകൊണ്ട് വരച്ചിട്ട് ഇങ്ങനത്തെ ടൈനി പിക്ചേഴ്സ് സ്കെച്ചിൽ കളർ ചെയ്യുമ്പോൾ ഓൾവേസ് യു നീഡ് ടു ബി കെയർഫുൾ. ബിക്കോസ് സ്കെച്ചിൻ്റെ നിബ്ബസ് കണ്ടോ കുറച്ച് ബിഗറാണ് രാദർ ദാൻ നമ്മുടെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിനേക്കാൾ. സോ ജസ്റ്റ് ബി കെയർഫുൾ. കൊടുക്കുമ്പോൾ അത് ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോകാതെ നോക്കണം. സോ പെയിൻറ്റിങ് ലുക്സ് ലൈക്ക്. ഇനി നമുക്കിതിൻ്റെ ബോർഡേഴ്സ് കൊടുക്കാം. ഞാൻ ആക്ച്വലി മറന്നുപോയതാണ് ബോർഡർ ഫസ്റ്റ് കൊടുക്കാൻ, അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ് മീ. നിങ്ങളതിനനുസരിച്ച് ഫസ്റ്റ് ബോർഡർ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അല്ല, ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. ഞാൻ ബോർഡർ ഇടാനുള്ള സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ബോർഡർ ഇട്ടിട്ട് വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. ആൻഡ് ടുമോറോ യു വിൽ ഹാവ് എ ക്ലാസ്. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ അക്രലിക് കളേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് വെക്കണം. അത് നാളത്തെ ക്ലാസ്സിന് വേണ്ട, ഞാൻ അടുത്ത സാറ്റർഡേയിലെ ക്ലാസ് എടുക്കും. കാരണം നിങ്ങളുടെ അടുത്ത് നേരത്തെ പറയണമായിരുന്നു. അത് നമുക്ക് അക്രലിക് കളേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് ഐ നീഡ് യു ടു ഗെറ്റ് തറോ വിത്ത് ദിസ്. അപ്പം നാളെ നമുക്കൊരു പെയിൻറ്റിങ് ലൈവായിട്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ചെയ്യാം. അക്രലിക് കളറിൻ്റെ ആവശ്യമില്ല. നമുക്കത് നെക്സ്റ്റ് സാറ്റർഡേയിലെ ക്ലാസ്സിന് അക്രലിക് കളറിൻ്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ. ഐ വിൽ ഗിവ് യു എ ലിസ്റ്റ്. അതിലൊരു 1-2 സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ച് വെക്കേണ്ടി വരും. ഞാൻ നാളത്തെ ക്ലാസ്സിൽ തന്നെ അത് എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേയിലെ ക്ലാസ്സിനുള്ളിൽ അത് മേടിച്ച് വെച്ചാൽ മതി. ടാ. സോ കണ്ടോ, നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു വർലി ആർട്ട് റെഡിയായി.